ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിൽ പോയി, ജപ്പാനിൽ പോയി. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം അവരുടെ നാഷണാന്തം വായിക്കും, ഫോളോഡ് ബൈ ഇന്ത്യൻ നാഷണാന്തം വായിക്കും. ബാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ അംബാസഡർ ഓഫ് ദ ഇന്ത്യൻ നേവി ആസ് വെൽ ആസ് ഇന്ത്യ. ഷിപ്പ് നമ്മുടെ ഷിപ്പുമായിട്ട് യുദ്ധാഭ്യാസങ്ങളും നടത്താറുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ, അതായത് OSD എന്ന് പറയും, ഓവർസീസ് ഡിപ്ലോമാറ്റ്, അതായത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംസർഗം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിൽ പോയി, ജപ്പാനിൽ പോയി. ഇവിടെയൊക്കെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേവിയും അവരുടെ നേവിയും ഒട്ടുള്ള ആശയവിനിമയങ്ങളും യുദ്ധത്തിൻ്റെ പുതിയ പുതിയ തന്ത്രങ്ങളും ട്രെയിനിങ് ഷെഡ്യൂൾഡ് എങ്ങനെയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഷിപ്പ് അങ്ങനെയാണ് ഈ ഓവർസീസ് ഡിപ്ലോമാറ്റിനായിട്ട് പോകുന്നത്. ഏത് ഷിപ്പ് പോയാലും ഓൾമോസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 18 പേരുടെ ഒരു ചെറിയൊരു കോമ്പിനേഷൻ, അതായത് ഒരു ചെറിയ മാർഷൽ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 18 മെൻ വേണം. ഒരു 21 അത്യാവശ്യമായിട്ട് വേണ്ടത്. പക്ഷേ ഒരു 18 പേര് 16 പേര് ഓളം ഞങ്ങളുടെ ഒരു മ്യൂസിഷ്യൻ ഒരു ഗ്രൂപ്പിന് ആ ഷിപ്പിലേക്ക് പറയും. ആ ബാൻഡ് അവിടെ വിടുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രിങ് ഹാർബർ, ലീവിങ് ഹാർബർ എന്ന് പറയുമ്പോൾ, എൻട്രിങ് ഹാർബർ, ആ ഹാർബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മ്യൂസിക് വായിച്ചാണ് ആ എൻട്രി ആവുന്നത്. അതിനുശേഷം ഓൺ ബോർഡ് റിസപ്ഷൻ ഉണ്ടാവും. ഓൺ ബോർഡ് റിസപ്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ എംബസി ഹൗസിൽ നിന്ന് എംബസി വരാറും, പിന്നെ ഹൈ കമ്മീഷണറും അവിടെ അങ്ങനെയുള്ള ഹൈ ഡിഗ്നിറ്ററി ആയിട്ടുള്ള VIPs. പിന്നെ ഓൺ ബോർഡ് റിസപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ നേവിയുടെ സീനിയർ ഓഫീസർ, ഇല്ലെങ്കിൽ അവിടുത്തെ ആരാണോ അവർ ക്ഷണിച്ചിരിക്കുന്നത്, അങ്ങനെ വിശിഷ്ട അതിഥികളുമായി, ഇല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഹൈ കമ്മീഷണർമാർ കാണും. അവരെല്ലാവരും നമ്മുടെ ഓൺ ബോർഡിൽ വരികയും, അപ്പോൾ അവർ പാർട്ടി നടക്കുന്ന സമയത്ത് നമ്മളൊരു പെർഫോമൻസ് കൊടുക്കാറുണ്ട്. അതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ നാഷണാന്തം വായിക്കുക, നാഷണാന്തം വായിച്ച് അവരെ ബഹുമാനിക്കുക. അതായത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം അവരുടെ നാഷണാന്തം വായിക്കും, ഫോളോഡ് ബൈ ഇന്ത്യൻ നാഷണാന്തം വായിക്കും. അപ്പം ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് സെറമോണിയൽ ഈവൻറ്റ് കാണും. സെറമോണിയൽ ഈവൻ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ VIP ആരെങ്കിലും വരും, ഇല്ലെങ്കിൽ നമ്മുടെ എംബസി ആരെങ്കിലും നമ്മുടെ ഓൺ ബോർഡിൽ വരുമ്പോൾ ഒരു ഗാർഡ് ഓഫ് ഓണർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവർ ആ ബഹുമാനത്തോടു കൂടി ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുമ്പോൾ ബാൻഡിനവിടെ ഗാർഡ് ഓഫ് ഓണറിന് സല്യൂട്ട് അവരെ വായിച്ച് നമ്മൾ അവരെ സ്വീകരിക്കാറുണ്ട്. അതിനുശേഷം അവരെല്ലാം ഇൻസ്പെക്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ ബോർഡ് റിസപ്ഷൻ. അതിനുശേഷം അവിടെ ലോക്കൽ ഒരു ഈവൻ്റ്, ലോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിഷ്യൻസും ഉണ്ടാകാം ചിലപ്പോൾ, ഇല്ലെങ്കിൽ അവർ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു സിറ്റിയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ നേവി ബാൻഡ് അവിടെ പോയി പെർഫോമൻസ് ചെയ്യും. വൈ? ബിക്കോസ് ബാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ അംബാസഡർ ഓഫ് ദ ഇന്ത്യൻ നേവി ആസ് വെൽ ആസ് ഇന്ത്യ. കാരണം ഷിപ്പിനെ നമുക്കൊരു സിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും അവർ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ആയിരിക്കാം, അങ്ങനെ ഇല്ലെങ്കിൽ ഓപ്പൺ പെർഫോമൻസ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ അവിടെ പോയി ആരാണ് ഇത് നേവി ബാൻഡ്, ഇന്ത്യൻ നേവിയുടെ ബാൻഡാണ് റിപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ള ഒന്നെന്ന് പറഞ്ഞാൽ അംബാസഡർ ഓഫ് ദ ഇന്ത്യ, മ്യൂസിഷ്യൻ്റെ റോള്, അതിനാണ് നമ്മളവിടെ പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൾച്ചറുമായിട്ട് നമ്മൾ ഇത് ചെയ്യും. പിന്നെ നമ്മുടെ ഷിപ്പ് അവിടെ പോകുമ്പോഴത്തേക്ക് അവരുടെ ഷിപ്പ് നമ്മുടെ ഷിപ്പുമായിട്ട് യുദ്ധാഭ്യാസങ്ങളും നടത്താറുണ്ട്. ഇതിനാണ് നമ്മൾ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം വയ്ക്കുന്നത്. നമുക്കിപ്പോൾ അറിയാമെന്നുള്ളതാണ്, കാർഗിൽ യുദ്ധം വന്നപ്പോൾ മ്യൂസിഷ്യൻസിൻ്റെ റോളെന്ന് പറയുന്നത് നമ്മുടെ കഥം ബെഡായ ജായ്, അതായത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഹാൻഡ്സ് കോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹാൻഡ്സ് കോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തോക്കുകളുടെ ട്രെയിനിങ് നമുക്ക് തരും. അവർ 24 hours റെഡി ആയിട്ടിരിക്കും. എല്ലാത്തിനും ഗൺ ഫയർ ചെയ്യുന്നതിന് ഒരു കോളുണ്ട്.